ശ്രീരംഗം ട്രിപ്പിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അതേ രാവിലെ ഞാൻ അമ്പലത്തിലെത്തി. അപ്പം ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ശ്രീകോവിൽ കടലിൽ നിന്ന് ഉയർന്നു വന്നതാണെന്നൊക്കെ പറയപ്പെടുന്നു കേട്ടോ. ഇത് ഈ കാണുന്ന ഇങ്ങനെയുള്ള ഗോപുരങ്ങളില്ല, ഇങ്ങനത്തെ 21 ഗോപുരങ്ങളുണ്ട് ഇവിടെ. അതിൽ ഏറ്റവും വലിയ ഗോപുരം എന്ന് പറഞ്ഞാൽ 236 അടിയാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു 155 ഏക്കറോളം ഉണ്ട് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ രാജഗോപുരം ഉള്ളതും ഇവിടെയാണ് കേട്ടോ. മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ വല്ലാണ്ട് റിസ്ക് എടുക്കാണ്ട് വേഗം വെയിലടിക്കാണ്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് ടെമ്പിളിൽ കയറാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നേരെ എത്തിയത് ഹോട്ടൽ ഗുരുകൃപയിലാണ് കേട്ടോ. ഇത് 500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അവിടെ ഹോട്ടൽ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇത് കുറേ ആയിട്ടുണ്ട് ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ അവിടുത്തെ ആളുകൾക്ക് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മറ്റേ പഴയ ഈ കല്യാണങ്ങൾ അതുപോലെ തന്നെ നൃത്തങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ആംബിയൻസ് ഉണ്ട് കേട്ടോ. കൊത്തുപണികളൊക്കെ ഉള്ള കല്ലുകളും കാര്യങ്ങളും അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കലുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടേ ഞാൻ പോകലുള്ളൂ. കാരണം എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രത്തിൻ്റെ അവിടെ നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ ലൊക്കേഷനും കിട്ടും. ഫുഡും വലിയ കുഴപ്പമില്ല കേട്ടോ. ഫുഡും കഴിച്ചാൽ നേരെ പോയി നമ്മൾ ലക്ഷ്മിക്കുട്ടീനെ കാണാൻ കേട്ടോ. നമ്മുടെ പട്ടാഭിഷേകത്തിലെ ലക്ഷ്മിക്കുട്ടിയല്ല, ഇത് ശ്രീരംഗത്തിലെ ലക്ഷ്മിക്കുട്ടിയാണ്. ആൾ മെയിൻ ഒരു VIP ആണ് അവിടുത്തെ കേട്ടോ. പൈസയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അനുഗ്രഹം തരുള്ളൂ. കുറച്ച് നേരം ആ കുറുമ്പൊക്കെ കണ്ടു നിന്നിട്ട് ആനെ പേടിയുള്ള ഞാനും പോയി അനുഗ്രഹം വാങ്ങിട്ടോ. സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഒരു പഞ്ഞിക്കെട്ട് എടുത്ത് വെച്ച അവരുടെ അവസ്ഥയായിരുന്നു. ഞാൻ എൻ്റെ ഫോൺ അവിടെ ഒരാൾക്ക് കൊടുത്തിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടോ. ചെറിയൊരു പോർഷനേ കിട്ടുള്ളൂ. പക്ഷേ ആളെ തൊടാൻ പാടില്ല കേട്ടോ. നമ്മൾ അനുഗ്രഹം വാങ്ങാൻ പോവുക. എന്തായാലും അത് മറക്കാൻ പറ്റാത്തൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ചെരുപ്പ് വെക്കാനുള്ള കൗണ്ടർ ഉണ്ട് കേട്ടോ. ഫ്രീ ആണ്, നമുക്ക് അവിടെ ചെരുപ്പ് വെക്കാം. എന്നിട്ട് ചെരുപ്പ് വെച്ച ശേഷം നേരെ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.